അത്ര സുഖകരമല്ലാത്തൊരു വാർത്തയിൽ നിന്നാണ് നമ്മുടെ ഹലോ മലയാളം ഇന്ന് ആരംഭിക്കുന്നത്. ഇടുക്കി കട്ടപ്പനയിൽ ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിൽ 3 തൊഴിലാളികൾ മരിച്ചു. തമിഴ്നാട് കമ്പം സ്വദേശി ജയരാമൻ, ഗൂഢല്ലൂർ സ്വദേശികളായ സുന്ദര പാണ്ഡ്യൻ, മൈക്കിൾ എന്നിവരാണ് മരിച്ചത്. ആദ്യം ഇറങ്ങിയ തൊഴിലാളി രക്ഷപ്പെടുന്നതിനിടയിൽ മറ്റു 2 പേർ അപകടത്തിൽപ്പെടുകയായിരുന്നു. 1 മണിക്കൂർ നീണ്ടുനിന്ന തിരച്ചിലാണ് 3 പേരുടെയും മൃതദേഹം കണ്ടെത്തിയത്. ആ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ 6 തൊഴിലാളികളുണ്ടായിരുന്നു. അതിൽ 3 പേര് ആദ്യം ഒരാൾ ക്ലീനിങ്ങിന് ഇറങ്ങി, അയാൾ ബോധം കെട്ടതിനെ തുടർന്ന് രക്ഷിക്കുന്നതിനായിട്ട് ഇറങ്ങി 2 പേരും കൂടി ഉൾപ്പെടെ 3 പേരാണ് അതിൻ്റെ അകത്ത് അകപ്പെട്ടു പോയത്. അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് ഈ വലിയ ടാങ്കിന് ഒരു 2 അടി വ്യാസം മാത്രമുള്ള ഒരു മാൻഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് റെസ്ക്യൂവിന് വന്ന ഫയർഫോഴ്സിനും അവരുടെ സഹപ്രവർത്തകർക്കും ഒന്നും ഇതിനകത്ത് ഇറങ്ങാൻ മേലാതെ വന്നു. ഓക്സിജൻ ഉപയോഗിച്ച് പോലും സഹപ്രവർത്തകർക്ക് ഇറങ്ങാൻ മേലാത്ത അവസ്ഥയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ JCB വിളിച്ച്, ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ JCB വിളിച്ചാണ് ആ സ്ലാബെല്ലാം പൊളിച്ചു മാറ്റിയതിന് ശേഷമാണ് ഇവർ 3 പേരെ പുറത്തെടുത്തപ്പോൾ തന്നെ ജീവഹാനി സംഭവിച്ചിരുന്നെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് തൊഴിലാളികൾ ഇറങ്ങിയതെന്ന് ഡീൻ കുര്യാക്കോസ് MP ആരോപിച്ചു. തൊഴിലാളികളുടെ മരണത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടു. സങ്കടകരമായ ഒരു വാർത്തയാണ്, സങ്കടകരമായ വിവരമാണ്. അതിൽ നിന്ന് തുടങ്ങാൻ നമുക്ക് ഇന്നത്തെ ഹലോ മലയാളം. ആൽവിൻ ഉണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. നമുക്കിപ്പം ആൽവിൻ, ഒട്ടും സന്തോഷകരമല്ലാത്തൊരു വാർത്തയിൽ നമ്മൾ തുടങ്ങുകയാണ് ഇന്നത്തെ ഹലോ മലയാളം. 3 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? നിലവിലെ സാഹചര്യം എന്താണ്? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നല്ല പ്രഭാതമാണ്. പക്ഷേ എങ്കിൽ പോലും ദാരുണമായ ഒരു വാർത്തയുടെ തുടർച്ചയാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നലെ രാത്രി 10:30 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. 3 തൊഴിലാളികൾ കട്ടപ്പനയിലെ കോട്ടപ്പാറയിലുള്ള ഒരു ഹോട്ടലിൻ്റെ ശുചിമുറി മാലിന്യ ടാങ്കിലേക്ക് ഇറങ്ങുകയും അവിടെ അപകടത്തിൽപ്പെടുകയുമായിരുന്നു. 10:30 മണിയോടുകൂടിയാണ് ഈ അപകടം നടന്നത്. ആദ്യം ഒരാൾ ഇറങ്ങി താഴേക്ക് പോയപ്പോൾ ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്ന മറ്റ് 2 പേർ ഇയാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇറങ്ങുകയായിരുന്നു. ഇവർ 3 പേരും പിന്നീട് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഈ ടാങ്കിനുള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ ശ്വാസം ലഭിക്കാതെ വരികയും ഓക്സിജൻ ലഭിക്കാതെ വരികയും ചെയ്തു. തുടർന്നാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഉടൻ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം അവിടെ എത്തി. കട്ടപ്പനയിൽ നിന്നുള്ള സംഘം അവിടെ എത്തിയപ്പോൾ അവർക്ക് ഏറ്റവും ദുർഘടമായ പറഞ്ഞതുപോലെ തന്നെ മാൻഹോളിലേക്ക് ഇറങ്ങാൻ അവർക്ക് പെട്ടെന്ന് സാധിച്ചില്ല. കാര്യം തീർത്തും വിസ്തീർണം കുറഞ്ഞ ഒരു മാൻഹോൾ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ ഘടിപ്പിച്ചുകൊണ്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല. പിന്നീട് ഓക്സിജൻ സിലിണ്ടർ സെപ്പറേറ്റ് ആക്കി അവർ ഓക്സിജൻ താഴേക്ക് ഇട്ടുകൊണ്ടാണ് അവർ ഇറങ്ങാൻ ശ്രമിച്ചത്. പക്ഷേ അപ്പോഴും അവർക്ക് രക്ഷാപ്രവർത്തനത്തിൻ്റെ പൂർണ്ണതോതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ഉടൻ തന്നെ ആ JCB വിളിച്ച് അവിടെ ഉണ്ടായിരുന്ന ഈ മാൻഹോളിന് സമീപത്ത് വലിയൊരു കുഴി സമാന്തരമായി ഉണ്ടാക്കി. അങ്ങനെ ഉദ്യോഗസ്ഥർ, ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘത്തിലെ ഉദ്യോഗസ്ഥർ താഴേക്ക് ഇറങ്ങുകയായിരുന്നു. അങ്ങനെ സമാന്തരമായി കുഴിയിലേക്ക് ഇറങ്ങിയാണ് ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട ഒരു പ്രവർത്തനമായിരുന്നു അവിടെ നടന്നത്. ഇവർ ഈ ശുചീകരണ തൊഴിലാളികൾ ആയിട്ടുള്ള 6 പേരാണ് ഉണ്ടായിരുന്നത്. ഇവർ തമിഴ്നാട് സ്വദേശികളാണ്. ഗൂഢല്ലൂർ സ്വദേശി, അതോടൊപ്പം തന്നെ കമ്പം സ്വദേശിയായിട്ടുള്ള ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. 6 പേരുണ്ടായിരുന്നത്. പക്ഷേ മറ്റ് 3 പേർ താഴേക്ക് ഇറങ്ങിയില്ല എന്നതാണ് ഈ അപകടം കൂടുതൽ അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകാതിരുന്നത്. ഇത് 3 പേരും ഈ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന, കരാർ ഏറ്റെടുത്ത് പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളാണ്. സ്ഥിരമായി ആ പ്രദേശത്തൊക്കെയും ഈ കരാർ ഏറ്റെടുത്തുകൊണ്ട് ഈ ശുചീകരണ അല്ലെങ്കിൽ ടാങ്കുകൾ വൃത്തിയാക്കുന്ന നടപടികൾ സ്വീകരിക്കുന്ന ആളുകളാണ്. അവർക്ക് അതിൽ വളരെ വൈദഗ്ധ്യമുള്ള ആളുകളാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഈ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഓക്സിജൻ സംവിധാനമോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഇവർ ഇത്തരം തൊഴിലിൽ ഏർപ്പെടുന്ന ആളുകളായതുകൊണ്ട്, സ്ഥിരം ആളുകളായതുകൊണ്ട് അവരങ്ങനെ ഇറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും പെട്ടെന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഈ ഹോട്ടൽ ജീവനക്കാരും ഒപ്പം ഉണ്ടായിരുന്ന തൊഴിലാളികളും കൂടിയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സംഘത്തെ വിളിച്ചു വരുത്തുകയും ചെയ്തത്. പക്ഷേ അവർ 1 മണിക്കൂറോളം നേരം ഇതിനകത്ത് കുടുങ്ങിയ അവസ്ഥയുണ്ടായി. അങ്ങനെ വിഷവായു ശ്വസിച്ചുകൊണ്ടാണ് ഇവരുടെ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളൊക്കെ സേതു, ഇന്ന് തന്നെ ആ പോസ്റ്റ്മോർട്ടം നടപടിയിൽ രാവിലെ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടത്തുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. സംബന്ധിച്ചുള്ള റിപ്പോർട്ട് റോഷി അഗസ്റ്റിൻ കളക്ടറോട് തേടിയിട്ടുമുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകും. സേതു, ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടോ ഇവരുടെ തമിഴ്നാട് സ്വദേശികളുടെ? അവർ അവിടെ താമസിച്ച് കട്ടപ്പനയിൽ പ്രദേശത്തൊക്കെ താമസിച്ച് ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെയും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റ് തൊഴിലാളികളും അവിടെ ഉണ്ട്. അപ്പം ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികളുമൊക്കെ അവിടെ ഉണ്ട്. അവർ ഈ നടപടികൾക്ക് ശേഷം അവർക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഓക്കെ ആൽവിൻ, ശരി. ഓക്കെ.